ആത്മാവാം ദൈവമേ വരണേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ? കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ഇമ്മാനുവൽ എന്ന് അറിയപ്പെടും. കാത്തിരിപ്പുകൾക്ക് ഉത്തരമുണ്ടെന്നല്ലേ ക്രിസ്മസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ഇസ്രായേൽ മക്കൾ നൂറ്റാണ്ടുകളോളം പ്രാർത്ഥനയോടും കാത്തിരുന്നതിൻ്റെ ഉത്തരമാണ് ക്രിസ്മസ്. എൻ്റെ സങ്കടങ്ങളിലേക്ക്, നമ്മുടെ സങ്കടങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ രോഗാവസ്ഥകളിലേക്ക്, നമ്മുടെ ഒറ്റപ്പെടലുകളിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന ദിനമല്ലേ ക്രിസ്മസ്? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, കർത്താവായ യേശു. നമ്മുടെ സങ്കടങ്ങൾക്ക് ഉത്തരമായിട്ട് ദൈവം ജനിച്ചിരിക്കുന്നുവെന്ന ഓരോ ക്രിസ്മസും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്മസിനോടൊരുക്കമായിട്ടുള്ള ഈ വരുന്ന 25 ദിവസങ്ങൾ, ഡിസംബർ 1 മുതൽ 25 വരെ ബെസാലേൽ യൂട്യൂബ് ചാനലിലൂടെ ഓരോ ദിവസത്തെ വിശുദ്ധ ബലി മധ്യേ വായിക്കുന്ന വചനഭാഗങ്ങൾ ആരാധനയോടൊപ്പം നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.